പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ജീവിതഭാരവുമേന്തി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അമ്മേ മാതാവേ, പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. കൃപയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ. ഓരോ മക്കൾക്കും തുണയായി അമ്മ കൂടെയായിരിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവർ ആ ദേശത്തെത്തുവാനും അനേക മക്കളോട് അമ്മയെ പറ്റിയും തിരുക്കുമാരനെ പറ്റിയും അറിയിക്കുവാനും അമ്മ അവരെ സഹായിക്കണമേ. ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷകളെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, 8 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഞെരുക്കത്തിലും വേദനയിലും കഷ്ടതയിലും സങ്കടത്തിലും ജീവിക്കുന്ന മക്കൾക്ക് ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അമ്മ അവർക്ക് തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ അനുയോജ്യമായൊരു തുണിയെ കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. ഓരോ മക്കൾക്കും അമ്മ ഒരുക്കി വച്ചിരിക്കുന്ന തുണിയെ മക്കളുടെ കൺമുൻപിൽ കാണിച്ചു കൊടുക്കണമേ. നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അമ്മ അവരെ യോഗ്യരാക്കണമേ. കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അലിവായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായി പോയ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ കരുണയായിരിക്കണമേ. ദൈവമേ, നീ സ്നേഹമായിരിക്കണേ കർത്താവേ. ആ മക്കളുടെ മേൽ അനുഗ്രഹം നീ ഒന്ന് ചൊരിയണേ കർത്താവേ. എഴുന്നേൽപ്പാനുള്ള ശക്തിയും ബലവും ആരോഗ്യവും നീ കൊടുക്കണേ നാഥ. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കണേ നാഥ കർത്താവേ. നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾക്ക് സാധിപ്പില്ല അപ്പ. പ്രാർത്ഥനയിൽ കർത്താവെ മടുപ്പ് തോന്നാതെ നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ പഠിപ്പിക്കണേ കർത്താവേ. അനുനിമിഷം നിന്നോട് ചേർന്നായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ നീ പഠിപ്പിക്കണേ അമ്മേ. ലോകമെമ്പാടുമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആ മക്കളെല്ലാം ഏറ്റെടുക്കണേ അമ്മേ. അവർക്കൊക്കെ നല്ല വഴി നീ കാണിച്ചു കൊടുക്കണേ അമ്മേ. നേർവഴിക്ക് വരുവാൻ അവരെ ഓരോരുത്തരെയും നീ പഠിപ്പിക്കണേ അമ്മേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ സഹായിക്കണേ അമ്മേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ കർത്താവെ, പ്രയാസത്തിലും ഞെരുക്കത്തിലും കർത്താവെ, ചോർന്നൊലിക്കുന്നതുമായ ഭവനങ്ങളിൽ കഴിയുന്ന നിരവധിയായ മക്കളുണ്ട് അപ്പ. അവർക്കെല്ലാം നല്ലൊരു ഭവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ കർത്താവെ. ഞങ്ങൾക്ക് ചുറ്റുമായി കർത്താവെ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ കർത്താവെ, അവരുടെ അവസ്ഥകൾ കണ്ട് കർത്താവെ, അവരെ സഹായിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ കർത്താവെ. ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് അവരെ കൊടുക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവെ. ദൈവമേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ. അന്യ ദേശങ്ങളിൽ പോയി കർത്താവെ, വേദനയിലും ഞെരുക്കത്തിലും രോഗാവസ്ഥകളിലും പ്രയാസത്തിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്
പ്രാർത്ഥിക്കുന്നു. ആരും തുണയായിട്ടില്ലാതെ ഭാരപ്പെട്ട് ഒറ്റപ്പെട്ട എല്ലാ വേദനകളും സഹിച്ച് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ തുണയായി പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകണേ കർത്താവെ. അവരുടെ ആവശ്യ നേരത്ത് കർത്താവെ, അവരുടെ ഞെരുക്കത്തിൻ്റെ സമയങ്ങളിൽ കർത്താവെ, രോഗാവസ്ഥകളിൽ അമ്മയെ കൂടെ ആയിരിക്കണേ പരിശുദ്ധ അമ്മേ മാതാവേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോഴും ഭദ്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണേ അമ്മേ. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാനായി കർത്താവെ, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പോയിരിക്കുന്ന മക്കൾക്ക് അമ്മ കാവലായി കൂടെ നിൽക്കണേ അമ്മേ മാതാവേ. അവരുടെ ജോലി മേഖലകളെല്ലാം നീ അനുഗ്രഹിക്കണേ അമ്മേ. അവരായിരിക്കുന്ന സ്ഥാനത്ത് അമ്മ മുദ്രയിടണേ കർത്താവെ. അവർ ചെയ്യുന്ന ജോലികൾ കർത്താവെ പ്രശോഭിപ്പാൻ തക്കവിധം ഇടയാക്കണേ. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ അധികാരികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റെടുത്ത് നീ അനുഗ്രഹിക്കണമേ. ശക്തിയുള്ള മാതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മേ മാതാവേ. 2 കിഡ്നിയും തകരാറിലായി പോയൊരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ കുഞ്ഞിന് അസുഖം പൂർണ്ണമായി മാറ്റിക്കൊടുക്കണേ കർത്താവെ. ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വരുന്നത് കാണുവാൻ ഞങ്ങളെ ഇടയാക്കണേ കർത്താവെ. കർത്താവെ, ആ കുടുംബത്തിലായിരിക്കുന്ന പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്യാൻസർ രോഗിയായ മകന് ദൈവമേ നീ പൂർണ്ണ വിടുതൽ സൗഖ്യം കൊടുക്കണേ കർത്താവെ. ഒരു കുടുംബത്തിന് നെടുന്തൂണായിരിക്കട്ടെ മക്കള് കർത്താവെ. രോഗാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കർത്താവെ. നിനക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല തമ്പുരാനെ. ശക്തിയുള്ള തമ്പുരാനെ, നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ നീ തുറക്കണേ നാഥ. ഞങ്ങളോട് കരുണയായിരിക്കണേ നാഥ. നീ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എത്രയാണ് തമ്പുരാനെ, എണ്ണിയാൽ തീരുന്നതല്ല തമ്പുരാനെ. നിന്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ദിനംതോറും പെരുകി വരുന്നതല്ലാതെ കുറഞ്ഞു പോകുന്നില്ല തമ്പുരാനെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ കുടുംബത്തിന്റെ മേൽ നീ അത്ഭുതങ്ങൾ വർഷിക്കണേ കർത്താവെ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ നീ അനുഗ്രഹം വർഷിക്കണേ നാഥ കർത്താവെ. പ്രയാസത്തിലിരുന്ന് ഹൃദയഭാരത്താൽ ദൈവമേ നിന്നെ വിളിക്കുന്നവരെ നീ കൈവിടല്ലേ നാഥ. കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ മേൽ നീ അലിവായിരിക്കണേ നാഥ. സ്വർഗത്തിന്റെ വാതിൽ നീ തുറന്ന് അനുഗ്രഹിക്കണേ നാഥ. യേശുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുന്നു കർത്താവേ. ഈ ഭൂമിയിൽ ദേവി നിന്റെ നാമം ഉദ്ഘോഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കർത്താവേ. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുമാറാകണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.